ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങൾ പണ്ട് സ്വപ്നം കണ്ടിരുന്ന എന്തോ ഒരു കാര്യം, വളരെ കാലം നിങ്ങൾ സ്വപ്നത്തിൽ കൊണ്ടുകിടന്ന ഒരു കാര്യം, പിന്നെ നിങ്ങളത് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് നടക്കാത്തത് കൊണ്ട് അത് വിട്ട് കളഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരു കാര്യം അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ മാത്രമല്ല, പലപ്പോഴും നമ്മൾ കുഞ്ഞുകാലത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ ആ കുഞ്ഞുകാലത്ത് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നമ്മളത് ആ ഒരു സമയം തീവ്രമായി ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം, അത് ചിലപ്പോൾ നല്ല വീട് വാങ്ങുന്നതോ വാഹനം വാങ്ങുന്നതോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം, ഈ ഒരു അങ്ങനത്തെ ഒരു ഡ്രീം ഈ ഒരു സമയം റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സ്വപ്നം മാത്രമായിരുന്ന ഒരു കാര്യം റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ പിണങ്ങിപ്പോയ ആൾക്കാർ, കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയ പിണങ്ങിപ്പോയ ആൾക്കാർ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ അവർ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെയോ നിങ്ങളിൽ നിന്നും പിണങ്ങിപ്പോയത്, ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ആയിരുന്ന ആൾക്കാർ, പിണങ്ങിപ്പോയ ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു ഒരു അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ. ഒരു ദൈവാനുഗ്രഹം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് വീണ്ടും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ അത് നിർത്തിക്കളഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ കുറേ കാലം ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിരുന്ന എന്തോ ഒരു ചിലപ്പോൾ പ്രാർത്ഥനകളായിരിക്കാം, അത് നിങ്ങൾ ചെയ്തിരുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഹീലിംഗ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ അത് വീണ്ടും നിങ്ങൾ ഒന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഫൈവ് ഓഫ് കപ്പ്, പേജ് ഓഫ് സോർട്സ്, ത്രീ ഓഫ് കപ്പ്, ഹെർമിറ്റ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ടെൻ ഓഫ് സോൾസ്. ദ കോമിക് ആണ് വന്നിട്ടുള്ളത്. ദ അൺസീനും വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറച്ച് ആൾക്കാർ എന്തോ ഒരു നെഗറ്റീവിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാതെ വന്നതിലുള്ളൊരു വിഷമം, അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്ന് ചെയ്ത് തീർക്കാൻ പറ്റാത്തതിലുള്ളൊരു വിഷമമായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, നമ്മളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു സമയത്ത് നിങ്ങളിലുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിൽ പറ്റിപ്പോയ കുറച്ച് കാര്യങ്ങൾ,
അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എന്ത് കാര്യവും ഒരു അതുണ്ടാകാനൊരു കാരണമുണ്ട്. അപ്പോൾ ആ കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്ക് അപ്പോൾ നമ്മൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പല കാര്യങ്ങളും, ബ്ലെസ്സിങ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റൂല. കാരണം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ചുറ്റിനും ഉണ്ട്. അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അത് തോന്നുന്നത് പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ശരിക്കും ഒരു ലോജിക്കൽ മൈൻഡോടുകൂടി ഒന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോൾ എല്ലാ ഹൃദയത്തിന് മാത്രം വിടാതെ നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് കൂടി ഒരു സമയം നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യുക. പുതിയ ഐഡിയ നിങ്ങൾക്ക് വരും. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ച കാര്യമായിരിക്കാം. അതിനൊരു പുതിയ ഐഡിയ കൂടി അതിൽ ഒന്ന് ചേർക്കാനുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ചില ചലഞ്ചസ് വരും നമ്മളുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ചലഞ്ചസ് ഉണ്ടാവും. ചലഞ്ചസ് ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ശരിക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് വരും എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ ഒരുപാട് അറിയണമെന്ന് ആഗ്രഹിച്ച എന്തോ ചില കാര്യങ്ങൾക്ക് ഉള്ള ചില അറിവുകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും എന്നാണ് കാണുന്നത്. ഇൻഡ്യൂഷനിലൂടെ അത് കിട്ടും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈസി ആയിട്ട് വിട്ടുകളയാതെ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഇന്നത്തെ ദിവസം അത് ചെയ്യണം എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫ്യൂച്ചറിലേക്ക് അത് നിങ്ങൾക്ക് വന്നേക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് വരാൻ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതായിരിക്കാം. അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലും ഒരു വെഡ്ഡിങ് അനൗൺസ് ചെയ്യുന്നതോ, എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പറ്റുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ അറിവിൽ അത് സംഭവിക്കുന്നു എന്നുള്ളത്, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന തരത്തിലുള്ളൊരു കാര്യം അവിടെ സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ശരിക്കും ഈ ഒരു സമയം ഇത് നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ആൾക്കാർ നിങ്ങളെ വീണ്ടും കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചത്, എന്നാലും നിങ്ങൾക്ക് അത് പാസ്റ്റിൽ ഇല്ലാതിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലാതിരുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വീണ്ടും കണക്ട് ചെയ്തെന്നു കാണുന്നുണ്ട്. അപ്പം പിന്നെ ഇന്ന് കിട്ടിയിട്ടുള്ള ഹെർമിറ്റാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഇന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ സോള് കുറച്ച് റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ, നിങ്ങളെപ്പറ്റി ചിന്തിക്കാനൊക്കെയാണ് ഇന്നത്തെ ദിവസം സോള് പറയുന്നത്. മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പല ആൾക്കാരും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ എത്ര സമയം ഇരിക്കുന്നു എന്നുള്ളതിലല്ല, ആ ഇരിക്കുന്ന സമയം കുറച്ച് സമയമെങ്കിലും നമുക്കത് ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഇരിക്കാൻ പറ്റിയാൽ, അത് നിങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവൻ അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതൊന്നും ആർക്കും പെട്ടെന്ന് പറ്റൂല. അപ്പം നമ്മൾ ആദ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെ പ്രാണായാമം ചെയ്യണം കേട്ടോ. പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം അത് ആ ഒരു അവസ്ഥയിലേക്ക് പോകാനാണ് നിങ്ങളുടെ പ്രാണായാമം ചെയ്യണമെന്ന് പറയുന്നത്. അത് ചെയ്ത് ഒന്ന് ബാലൻസിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ഫോക്കസ് കിട്ടും. പിന്നെ വീണ്ടും ചിന്തകൾ മാറിപ്പോയേക്കാം. അതൊന്നും വറി ചെയ്യണ്ട. ചിന്തകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട. വരരുതെന്നൊന്നും നിങ്ങൾ പറയണ്ട. ചിന്തകളെ നിരീക്ഷിച്ചാൽ മതി. വരുന്ന ചിന്തകളെ നിങ്ങൾ നിരീക്ഷിക്കുക. ഇതില് നിങ്ങളൊരു നിങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. നിങ്ങളുടെ കഴിവുകൾ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവും. അപ്പം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറേ ആൾക്കാർ നമ്മളുടെ കൂടെ വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. കാരണം അതാണ് 3 ഓഫ് കപ്പും 6 ഓഫ് കപ്പും ഒക്കെ വന്നിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസമെങ്കിലും
ഒരുപാട് ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കാനാണ് പറയുന്നത്. പിന്നെ പേജ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു വീട് വാങ്ങാനോ ഒരു വാഹനം വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും എന്തോ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങാൻ പോണ ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ഒരു ചിലപ്പോൾ ചില ആൾക്കാർക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന വീട്, അതൊക്കെ നമുക്ക് ഒരു സ്വപ്നമാണ് വീട് എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളത് അതിനൊരു പ്ലാൻ വരയ്ക്കാൻ പോകുന്ന എനർജി ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ കുറേ വീടിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് അതുപോലത്തെ ഒരു വീട് വേണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം മുതൽ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്നാണ് കാണുക. നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തൂട്ടാ. പിന്നെ 10 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു വഴി നിങ്ങൾക്ക് കാണുന്നു. നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ വളരെ എക്സോസ്റ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് കാണുന്നത്. ഒരു കാരണം അനുഭവിച്ച് തീർന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് അത് എസ്കേപ്പ് ചെയ്യുന്നതല്ല. കുറേ കാലം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു വലിയ ഒരു പ്രശ്നം, അതിൽ നിന്നും നിങ്ങൾക്കൊരു വഴി കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു വഴി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന ഒരു ഭാരം, ഒരു വലിയ ഭാരം, അത് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ അത് ഇറക്കി വെച്ചു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളത് ഇറക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, അത് റിലേഷൻഷിപ്പിൽ ചില വ്യക്തികളോടുള്ള അഡിക്ഷൻ ആകാം, ചില സാധനങ്ങളോടുള്ള അഡിക്ഷൻ, സിഗരറ്റ്, മദ്യം, പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ അത്, പിന്നെ ഒരു സെക്ഷുവൽ അഡിക്ഷൻ, പിന്നെ ചിലപ്പോൾ സൗഹൃദങ്ങൾ പോലും പല ആൾക്കാർക്കും അഡിക്ഷനാണ്. അങ്ങനെ അഡിക്ഷൻ ആകാറുണ്ട്. എല്ലാ ദിവസവും ചില ആൾക്കാരുമായിട്ട് കൂടിയില്ലെങ്കിൽ എന്തോ ഒരു കാര്യം മിസ്സായ പോലത്തെ, അതൊക്കെ അഡിക്ഷനാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അത് ഹെൽത്തി ആണെന്ന് വിചാരിക്കും. ഇത് വേറൊന്നും ഇല്ലല്ലോ, വേറെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യവും ചിന്തിക്കണില്ലല്ലോ, ഒന്നുമില്ലല്ലോ, നമ്മൾ ദിവസവും ഇങ്ങനെ കൂടുന്നു. ചിലപ്പോൾ അതൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. പക്ഷെ പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടുന്ന സമയം പോലും നമ്മൾ മാറ്റി വെച്ച് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും അൺഹെൽത്തി ആണ് അതും ഒരു അഡിക്ഷനാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് സമയം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്തു തീർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അത് മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിന് പോകണമെങ്കിൽ അത് ഒരു അഡിക്ഷനാണ്. അതും നിങ്ങൾ മതിയാക്കണം എന്നാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തേക്ക് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾ പെൻഡിങ് ആക്കി വെച്ച് പിന്നെ നിങ്ങൾക്ക് ഒരു ബർഡനായിട്ട് നിങ്ങളുടെ ഫോണിലിരിക്കുന്നുണ്ടായിരിക്കാം ചെയ്തു തീർക്കാൻ പറ്റാതെ. അപ്പോൾ എന്തായാലും കുറെ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ സ്റ്റോപ്പ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ ദ കോമിക്കാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ശരിക്കും വളരെ വലിയൊരു എന്തോ ഒരു വലിയ കാര്യമായിട്ട് കണ്ട എന്തൊക്കെയോ കാര്യം, അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നമ്മൾ എല്ലാം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല. നമ്മളെ ജീവിതത്തിൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അതിന് അത്രയധികം ഒരു സീരിയസ്നെസ് കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് ബർഡനായിട്ട് മാറുന്നത്. ചില കാര്യങ്ങൾ സീരിയസ് അല്ലാതെ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മളത് വിട്ടുകളയാൻ നമുക്ക് പറ്റൂല. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു വയ്ക്കും. അപ്പോൾ അത് ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പറയുന്നുണ്ട്. നമ്മളുടെ മനോഭാവം മാറ്റാനാണ് പറയുന്നത് കേട്ടോ. ഇതിൽ ചില കാര്യങ്ങൾക്കുള്ള പരിഹാരം തനിയെ തന്നെ നമ്മളതിനെ ആ ഒരു എടുക്കുന്ന രീതിയിൽ പോലും നമുക്കത് മാറ്റം വരും, അതിൻ്റെ പരിഹാരത്തിന് മാറ്റം വരും എന്നാണ് കാണുന്നത്. ഇതിൽ
പിന്നെ ഏഹ്, ചില ഇതിൽ നമ്മൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ തമാശയായിട്ട് കാണുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ട് കേട്ടോ. ഇത് ആം, ചില കാര്യങ്ങളിൽ നമ്മൾ ഒട്ടും സീരിയസ് ഇല്ലാത്ത കാര്യങ്ങൾ, കാരണം സീരിയസ് ആയിട്ട് എടുക്കേണ്ടാത്ത കാര്യങ്ങൾ വളരെ സീരിയസ് ആക്കുകയും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളെ വളരെ തമാശയാക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങളത് മാറ്റുവാനാണ് കാണുന്നത്. ഇതിൽ ശരിക്കും നമ്മൾക്കിടെ മുന്നിലുള്ള ചില കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അതൊരു ഹ്യൂമറായിട്ട് അവതരിപ്പിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അത് അതിൻ്റെ ലാഘവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരാമെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യേണ്ട, അതങ്ങനെ തന്നെ വിട്ടുകളയാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ ചിരിക്കേണ്ട കാര്യങ്ങൾ ചിരിക്കുക, ഒരു സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം മാത്രം നമ്മൾ സീരിയസ് ആയിട്ട് കാണുക. ഇതിൽ ഹൺസീനാണ് വന്നിട്ടുള്ളത്. ചില കാര്യങ്ങൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളും കണ്ട്. അപ്പോൾ ഒരു മിസ്റ്ററി പോലത്തെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ഇന്നർ വിഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് അതിൽ. പിന്നെ ചില ഇതിൽ നിങ്ങൾ കാണുന്നത് മാത്രം വിശ്വസിക്കരുത് എന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് നിന്ന് കാണുന്ന കാര്യമെല്ലാം സത്യമാണെന്ന് വിചാരിക്കാനും പാടില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന ചില കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഒരു അതിൻ്റെ ഒരു ഫുൾ സ്റ്റോറി ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരിൽ ചില ആൾക്കാർ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ ഉള്ളിലുള്ള കാര്യം മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു നല്ല കാര്യം പറയുമ്പോൾ പോലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഷാഡോ സൈഡ് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തും. നമ്മളൊരു വളരെ സന്തോഷത്തിൽ പറയുന്നൊരു കാര്യം, നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിട്ട് പറയുന്നൊരു കാര്യം, ആ ഒരാൾ ചിലപ്പോൾ നമ്മളോട് പറയുന്നത് നമുക്ക് ഒരു ഒരു മനോവിഷമം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാവരോടും എല്ലാ കാര്യവും പറയണ്ട. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കേൾക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ചില കാര്യങ്ങളിൽ ഒരു ഹിഡൻ ട്രൂത്ത് തെളിയാൻ പോണു. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് അത് അനുഭവിച്ചറിയാൻ പോകുന്നു എന്നും ഇന്നത്തെ ദിവസത്തേക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.